ഹലോ ഗായ്സ്, എൻ്റെ ഇപ്രാവശ്യത്തെ പഠനത്തിൻ്റെ ഭാഗമായി ജനറൽ ടീച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിവേകസാഗർ UP സ്കൂൾ വെള്ളർക്കാടാണ് പോയത്. ഒരു അടിപൊളി സ്കൂൾ തന്നെയായിരുന്നു. എല്ലാവരും നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാത്രയപ്പ് പറയുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഞാൻ എല്ലാവർക്കും സ്നാക്സ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുക, ഇതെവിടെ നിന്നാണ് ഇത്രയും നല്ല രുചികരമായ സ്നാക്സ്? എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരധികം സന്തോഷമായി. ഞാനാണെങ്കിൽ മൈസൂർ പാക്കായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10, 70, 80 കുട്ടികളുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ച ക്ലാസ്സുകളിലൊക്കെ. അപ്പം അത്രയും കുട്ടികൾക്കുള്ളത് തികയുണ്ട്. അപ്പോൾ ഞാൻ മൈസൂർ പാക്കായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് അവർക്കിതെല്ലാം കൊടുക്കാൻ സാധിച്ചു. എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് അവരെ പഠിപ്പിക്കാൻ സാധിച്ചു. എത്രത്തോളം പഠിപ്പിക്കാൻ സാധിച്ചു എന്നതിലല്ല, അവർക്ക് എത്രത്തോളം സന്തോഷിക്കാൻ സാധിച്ചു എന്നതിലാണ് കാര്യം. അതിൽ ഞാൻ സംതൃപ്തിയുള്ളവളാണ് കേട്ടോ. അവരെല്ലാം ചിരിപ്പിക്കാനായിട്ട് ഞാനിടയായിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാവരും അതിന് ഫീഡ്ബാക്ക് മേടിച്ചു. എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു കൊച്ച് 2-3 കൊച്ചുങ്ങൾ വിഷമത്തോടെ എഴുതി. അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വളരെയധികം വിഷമമായി. എന്നാലും എന്നെ മനസ്സിലാക്കി പരിഗണിച്ചു. പിന്നെ 2ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഞാൻ കവിതയാണ് പഠിപ്പിച്ചിട്ടോ. ഈ പിള്ളേർക്ക് അവർക്ക് ഭയങ്കര സഹകരണമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ എപ്പോഴാണ് വരണേ എന്നാലോചിച്ച് 2ാം ക്ലാസ്സിലെ പിള്ളേർ കാത്തിരിക്കും. ഇത് 4ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഞാൻ ആക്ഷൻ സോങ് പഠിപ്പിച്ചേട്ടാ. അവർ 10 പേര് കളിക്കുമ്പോൾ 10 പേര് കളിക്കില്ല. അത്രയും തലതെറിച്ച പിള്ളേരായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഗേൾസൊക്കെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്ന പിള്ളേരാണ് കേട്ടോ. അടിപൊളിയാണ്. എന്നാലും എല്ലാവരും നല്ല സഹകരണം തന്നെയാണ് കേട്ടോ. ഇത് 3ാം ക്ലാസ്. നോട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും.